ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നവംബർ 6-നും 11-നും 2 ഘട്ടങ്ങളായാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ നവംബർ 14-ന് നടക്കുമെന്നും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ പറഞ്ഞു. സംസ്ഥാനത്തെ 243 നിയമസഭാ മണ്ഡലങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. 90,712 പോളിംഗ് ബൂത്തുകളിലായി 7,43,00,000 വോട്ടർമാർ ബീഹാറിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കും. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം ഈ മാസം 10-ന് പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രികകൾ ഒക്ടോബർ 17 വരെ നൽകാം. ഈ മാസം 13-നാണ് രണ്ടാം ഘട്ടത്തിലേക്കുള്ള വിജ്ഞാപനം. ഒക്ടോബർ 20-ആണ് പത്രിക നൽകാനുള്ള സമയപരിധി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടെ ബീഹാറിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. 7 സംസ്ഥാനങ്ങളിലെ 8 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നവംബർ 11-ന് നടക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 14-നാണ് വോട്ടെണ്ണൽ. രാഷ്ട്രപതി ദ്രൗപദി മുർമു 3 ദിവസത്തെ സന്ദർശനത്തിനായി ഈ മാസം 22-ന് കേരളത്തിലെത്തും. 22-ന് ഉച്ചയ്ക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുന്ന രാഷ്ട്രപതി അന്ന് വൈകിട്ട് ശബരിമലയിൽ ദർശനം നടത്തും. രാജ്ഭവനിൽ 23-ന് നടക്കുന്ന പരിപാടിയിൽ പങ്കെടുത്ത ശേഷം രാഷ്ട്രപതി കുമരകത്തേക്ക് പോകും. പാലായിൽ ഈ മാസം 24-ന് നടക്കുന്ന പരിപാടിയിൽ പങ്കെടുത്ത ശേഷം ശ്രീമതി മുർമു ഡൽഹിക്ക് മടങ്ങും. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ ഇന്ന് നേരത്തെ പിരിഞ്ഞു. ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തരുതെന്ന് സ്പീക്കർ നിർദ്ദേശിച്ചെങ്കിലും പ്രതിപക്ഷം ബഹളം തുടരുകയായിരുന്നു. അതിനിടെ മലയാള ഭാഷാ ബിൽ, സർവകലാശാല നിയമ ഭേദഗതി ബിൽ തുടങ്ങി 6 ബില്ലുകൾ ചർച്ച കൂടാതെ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടു. സഭ നാളെ വീണ്ടും ചേരും. സിൻഡിക്കേറ്റുകൾ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ടത് സർവകലാശാലകൾക്കും വിദ്യാർത്ഥികൾക്കും അത്യന്താപേക്ഷിതമാണെന്നും അത് ഉറപ്പാക്കാനാണ് സർവകലാശാല ഭേദഗതി ബില്ലുകളെന്നും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. നിയമസഭയിൽ സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകൾ അവതരിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്തെ കുട്ടികളിലെ ചുമമരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിക്കാനായി നിയോഗിച്ച 3-അംഗ വിദഗ്ധ സമിതി ആരോഗ്യവകുപ്പിന് അടിയന്തര റിപ്പോർട്ട് കൈമാറി. സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളുടെ ചുമമരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് സംസ്ഥാനം പ്രത്യേക മാർഗരേഖ പുറത്തിറക്കും. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ നടന്ന ഉന്നതതല യോഗത്തെ തുടർന്നാണ് വിദഗ്ധ സമിതി രൂപീകരിച്ചത്. മലബാർ മേഖലയിലെ ജില്ലകളിൽ നികുതി കിട്ടാത്ത ഭൂമി സംബന്ധിച്ച പ്രശ്നം പരിഹരിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചതായി റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു. ഈ മേഖലയിലെ ആയിരക്കണക്കിന് ഭൂ ഉടമകൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുക. മലബാർ മേഖലയിൽ നികുതി കിട്ടാത്ത ഭൂമി രജിസ്റ്റർ ചെയ്ത് കരമൊടുക്കാൻ അനുവാദം നൽകുന്നതിന് 1895-ലെ മലബാർ ലാൻഡ് രജിസ്ട്രേഷൻ ആക്ടിലുള്ള വ്യവസ്ഥകളാണ് ഉപയോഗിച്ചു വന്നിരുന്നത്. എന്നാൽ 2005-ൽ മലബാർ ലാൻഡ് രജിസ്ട്രേഷൻ ആക്ട് റദ്ദാക്കി സർക്കാർ ഓർഡിനൻസ് പുറപ്പെടുവിച്ചു. എന്നാൽ ചില നിയമപ്രശ്നങ്ങളാൽ കേരള ലാൻഡ് ആക്ട് പ്രകാരം നടപടി സ്വീകരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായതോടെ മലബാർ മേഖലയിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഇതുമൂലം ബുദ്ധിമുട്ട് അനുഭവിച്ചു വന്നത്. കാസർഗോഡ് ജില്ലയിൽ ആദ്യ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് സ്ഥാപിക്കാനുള്ള നടപടികളിലേക്ക് കടന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. ചെറുവത്തൂരിലെ സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂൾ വളപ്പിലാണ് കോളേജ് ആരംഭിക്കുക. കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പലിനെ ഇതിനായുള്ള നോഡൽ ഓഫീസറായി നിയമിക്കാൻ തീരുമാനിച്ചതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അറിയിച്ചു. മാരക ലഹരി വസ്തുവായ MDMA കൈവശം വെച്ചതിന് 2 പേരെ കണ്ണൂർ ടൗൺ പോലീസ് പിടികൂടി. കോറ്റാളി സ്വദേശികളായ ജസീൽ, നിയാസ് എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ നിന്നും 23.34 ഗ്രാം MDMA കണ്ടെടുത്തിട്ടുണ്ട്. സംസ്ഥാനത്ത് മറ്റന്നാൾ മുതൽ മഴ വീണ്ടും ശക്തി പ്രാപിക്കും. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മറ്റന്നാൾ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ICC വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ന്യൂസിലൻഡിനെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 232 റൺ വിജയലക്ഷ്യം. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ന്യൂസിലൻഡ് 47.5 ഓവറിൽ 231 റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമായി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ദക്ഷിണാഫ്രിക്ക ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 29 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 178 റൺസ് എന്ന നിലയിലാണ്. ലോകകപ്പിൽ ഇന്ത്യയുടെ അടുത്ത മത്സരം ഈ മാസം 9-ന് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയാണ്. വൈദ്യശാസ്ത്രത്തിനുള്ള 2025-ലെ നൊബേൽ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. US ശാസ്ത്രജ്ഞരായ മേരി ബ്രൻകോവ്, ഫ്രെഡ് റാംസ്ഡെൽ, ജപ്പാനിൽ നിന്നുള്ള ഷിമോൻ സക്കാഗുചി എന്നിവർക്കാണ് പുരസ്കാരം. പ്രതിരോധശേഷിയുമായി ബന്ധപ്പെട്ട T സെല്ലുകളുടെ നിർണായക കണ്ടെത്തലാണ് പുരസ്കാരം നേടിക്കൊടുത്തത്. ഓട്ടോ ഇമ്മ്യൂൺ രോഗം, അർബുദം എന്നിവയുടെ ചികിത്സ, അവയവ മാറ്റ ശസ്ത്രക്രിയകൾ എന്നിവയിൽ വലിയ മാറ്റങ്ങൾക്ക് T സെല്ലുകളുടെ കണ്ടുപിടുത്തം വഴിയൊരുക്കി.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.